ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. എല്ലാവർക്കും പഞ്ചദ്വാരക തീർത്ഥയാത്രയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ചരിത്രവും ലീലകളും കൊണ്ട് പവിത്രമാക്കപ്പെട്ട ധന്യമാക്കപ്പെട്ട പുണ്യക്ഷേത്രങ്ങളാണ് പഞ്ചദ്വാരക തീർത്ഥസ്ഥലങ്ങൾ. ദ്വാരകയുടെ മഹത്വം വർണ്ണിച്ചാൽ തീരില്ല. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണീ ദേവി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. അവിടെയാണ് കുചേല ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരി സുഭദ്ര അഭിമന്യുവിനെ പ്രസവിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തിലെ പല അത്ഭുതങ്ങളും നടന്ന ദ്വാരകയിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര ചെയ്യാം. ഒരു ട്രെയിൻ മുഴുവൻ തീർത്ഥാടനത്തിന് വേണ്ടി ഗവൺമെൻറ് നമുക്ക് തരികയാണ്. സത്സംഗം ചെയ്തും അതുപോലെ ഭജനകൾ പാടിയും എല്ലാ കമ്പാർട്ട്മെൻറ്റിലും സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അതുപോലെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം ട്രെയിനിൽ ഉണ്ടാക്കുന്ന കഴിച്ചും ഒരേ മനസ്സോടെ ഒരു കുടുംബമായി നമുക്ക് യാത്ര ചെയ്യാം. ഈ യാത്രയിൽ നമ്മൾ കാണുന്ന മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മുടെ ഭാരതത്തിലുള്ള 12 ജ്യോതിർലിംഗങ്ങളിൽ 2 ജ്യോതിർലിംഗങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി നമുക്ക് കാണാം. സോമനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രവും 2 നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം. മാർച്ച് 3 നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആറ്റുകാൽ പൊങ്കാലയാണ്. നാം അത് അനുഷ്ഠിക്കുന്നത് ഗുജറാത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശക്തിപീഠത്തിലാണ്. പിന്നീട് നാം കാണുന്നത് ഭാരതത്തിൻ്റെ അഭിമാനമായ സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ പൂർണ്ണകായ പ്രതിമയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുക. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. 2026 ഫെബ്രുവരി 24 മുതൽ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ ഭജനകൾ പാടി സത്സംഗം ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരിത്രം കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം. പ്രണാമം.